നിങ്ങൾ സ്കൂൾ വിട്ട് വന്നോ? അല്ല എന്തിനാടി കുണിക്ക് നീ കരയുന്നേ? ചേച്ചി എവിടെ? നീതും ഒക്കെ ഇവിടെ ഉണ്ട്. അല്ല നിങ്ങളുടെ ഓട്ടോറിക്ഷക്കാരൻ എവിടെയാ വണ്ടി നിർത്തിയേ? നിങ്ങൾ എങ്ങോട്ടാ ഇത് ധൃതി വെച്ച് പോകുന്നേ? ഓ അച്ചാമ്മ എന്നാ വന്നു, എപ്പ വന്നു, എങ്ങനെ വന്നു, എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കാലോ. ഒരു സ്നേഹം ഇല്ലാത്ത പിള്ളേര്. ആ മക്കളെ നിങ്ങൾ വന്നോ? നല്ല കുണിക്കുമ്പോൾ എന്തിനാ കരയണേ? ചേച്ചി ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു. അപ്പ ചേച്ചിക്ക് പാടില്ലാണ്ടായി. അപ്പ ചേച്ചിനെ ടീച്ചർ കൊണ്ടുപോയി. എന്താ പറ്റിയേ? ഓ അതാണോ ഇത്ര വലിയ കാര്യം? നീതു ചേച്ചിക്ക് പല പാടുകേടും ഉണ്ടാകും. അതിനാണോ നീ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചോണ്ട് വരണേ? അമ്മ എന്തിനാമേ കുട്ടികളെ വഴക്ക് പറയുന്നേ? അവര് പേടിക്കില്ലേ? നീതു ചേച്ചിക്ക് ഒന്നുമില്ല മക്കളെ. ദേ വീട്ടിനകത്തുണ്ടല്ലോ, നിങ്ങൾക്ക് പോയി കാണാലോ. അതൊന്നും പറ്റില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, പണ്ടത്തെ പോലെ നീതു ചേച്ചി എന്ന് പറഞ്ഞ് കളിക്കാനും തുള്ളാനും അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അവക്കേ കുറച്ച് ചടങ്ങുകളൊക്കെ ഇനി ഉണ്ട്. ചടങ്ങോ? അതൊന്നും നിങ്ങൾ അറിയണ്ട. നീതു ചേച്ചി എന്നും പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് വന്നപ്പോൾ ഞാൻ ഓർത്ത് വേറെന്താണ്ട് വേണമെന്ന്. ആ നിങ്ങൾ വേഗം പോയി മേലെ കഴുകി ട്യൂഷന് പോകാനോ ചായ കുടിക്കാനോ ഒക്കെ നോക്ക്. ഗീതേ കുട്ടികളെ കൊണ്ട് അകത്തോട്ട് ചെല്ലേ. ഒരു കുശുമ്പി അച്ചമ്മ. കുണിക്ക് എന്റെ മേടിക്കും കേട്ടോ നീ. ഞങ്ങൾ പേടിച്ചു പോയി. അതാ അമ്മ ചേച്ചിന്റെ ക്ലാസ്സിൽ വന്നോ? ആ ടീച്ചർ വിളിച്ചപ്പോ ഞാൻ ക്ലാസ്സിൽ വന്നു. എന്നിട്ട് നീതുര് ഞാനാ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പിന്നെന്താ ഞങ്ങൾ ക്ലാസ്സിൽ വരാതെ? അത് നീതു ചേച്ചിക്കല്ലേ പാടില്ലാത്തത്? ഞങ്ങൾക്ക് പാടില്ല. ജലദോഷം അറിയില്ലേ? ജലദോഷമാണെങ്കിലേ വല്ല ചൂടുവെള്ളത്തിൽ പോയി മേലെ കഴുകി ഫുഡ് എന്തെങ്കിലും കഴിക്കേ. വന്ന വഴി മുറ്റത്ത് നിൽക്കുക രണ്ടും. അച്ഛമ്മ പറഞ്ഞത് ശരിയാ, നിങ്ങൾ അകത്തേക്ക് കയറ്. ആ അകത്തേക്ക് കയറുന്നൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം. നീതുവിനെ കാണാനും പിടിക്കാനും ഒന്നും പാടില്ല. ഒരു 4 ദിവസം കഴിഞ്ഞ് കാണാം. കാര്യമൊന്നും ഇങ്ങോട്ട് അന്വേഷിക്കേണ്ട പിള്ളേരെ. ചെല്ലി പോയി മേലെ കഴിക്കേ. ഇങ്ങ് വാ നീതു മോളെ. ഈ 4 ദിവസം ഈ മുറിയിൽ വേണം മോൻ കഴിയാനായിട്ട്. ദേ ഈ പായിൽ കിടക്കണം. അയ്യോ ഈ പായിലോ? എനിക്ക് ബെഡിൽ കിടന്നില്ലെങ്കിൽ ഉറക്കം വരൂല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബെഡിലൊക്കെ 4 ദിവസം കഴിഞ്ഞ് കിടക്കാം. നീ ഒറ്റപ്പായി കിടന്നാ മതി. 4 ദിവസം ആകാശം കാണാൻ പാടില്ല. അമ്മ ഇതെന്താ അമ്മ ഈ പറയുന്നത്? എനിക്കൊന്നും പറ്റൂല. നീതുമോളെ അമ്മേ ഈ വയറുവേദനയുള്ളപ്പോൾ എങ്ങനെയാ ഈ ഒറ്റപ്പായിലേക്ക് കിടക്കുന്നേ? നമുക്കിവിടെ ഇങ്ങോട്ടൊരു ബെഡ് എടുത്തുകൊണ്ട് വന്നിട്ട് കിടത്താം. എന്താ ഗീത മോളെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? നിത്യക്ക് നമ്മളെല്ലാം ഇതുപോലെയല്ലേ നടത്തിയത്? അമ്മ അത് 2 കൊല്ലം മുമ്പല്ലേ. ഇതിപ്പോ കാലമൊക്കെ മാറിയില്ലേ? ഈ വയറുവേദന വെച്ച് എങ്ങനെ ഈ ഒറ്റപ്പായി കിടക്കും? അതുകൊള്ള കാലം മാറിയാലും ആചാരം തന്നെയല്ലേ. നീ കൊച്ചങ്ങനെയൊക്കെ പറയണ നീ മൈൻഡ് ചെയ്യരുത്. നീ വേണം അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ലക്ഷ്മി അമ്മ പായിങ്ങോട്ടിട്ടെ ഇവളെ കിടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഇങ്ങ് വാടി നീതു. ദേ ഈ പായിലോട്ട് ഇരിക്കേ. അമ്മേ 4 ദിവസത്തെ കാര്യമല്ലേ നീതു മോളെ ഉള്ളൂ. അങ്ങോട്ട് ഇരിക്കതേ. അമ്മ ഏതു നേരം ഇവിടെ കൂട്ടിരിക്കാൻ പോരെ? മുത്തശ്ശിയുടെ നീതുമോള് വന്നിരിക്കേ. ശരി മുത്തശ്ശി. എടി നീതു നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട മുഖത്തോടെ ഇരിക്കണേ? ഒന്ന് സന്തോഷിച്ചൊക്കെ ഇരിക്കേ. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് എന്തോ പറ്റി. ഇത്ര പെട്ടെന്ന് എന്താ പറ്റിയേ? എന്തിനാ ഒറ്റക്ക് ഇരുത്താണേ? ചേച്ചിയുടെ പേര് സാസ് വേദട്ടാ. ഗീതേ പോയി പലഹാരങ്ങൾ എടുത്തോണ്ട് വാ. ശരി അമ്മേ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. പലഹാരങ്ങളോ? അതെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നീതുമോളെ ഇതെല്ലാം കഴിക്കണേ. ഇതെന്താ അമ്മേ ഇത് കുറേ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. 4 ദിവസം നല്ലപോലെ ആഹാരം കഴിക്കണം, നല്ലപോലെ കുളിക്കണം, ഉറങ്ങണം. ഇത് 3 ആയിരിക്കണം ചെയ്യേണ്ടത്. മുത്തശ്ശി എന്റെ വയറ് പൊട്ടിപ്പോകും ഇത്രയും കഴിച്ചാ. അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. നല്ല ആഹാരം കഴിക്കണം. അങ്ങോട്ട് കഴിച്ചേ. കൊതി വന്ന് എനിക്കും കൊതി വരുവാ. ഓടിച്ചെന്ന് എടുക്കട്ടെ. പറയും. എന്നാ നീതുമോൾ ഇവിടെ ഇരുന്ന് കഴിക്കേ. ഞങ്ങൾ പോയിട്ട് വരാം. എന്തൊക്കെ ചടങ്ങുകളാ. എല്ലാരും ഒരുമിച്ച് പോയോ? 4 ദിവസം ക്ലാസ്സിൽ പോകണ്ടെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും പലഹാരമൊക്കെ എങ്ങനെയാ കഴിച്ചു തീർക്കുക? എനിക്കാണെങ്കിൽ എൻ്റെ കട്ടിലിൽ കിടന്നില്ല ഉറക്കവും വരൂല. കുണുക്കനും കുണിക്ക് അവിടെ എന്താ ഒളിച്ചിരിക്കുന്നേ? ഇങ്ങോട്ട് വാ. അതെന്താ പറ്റാത്തേ? ഓ എൻ്റെ അടുത്ത് ഇനി വരരുതെന്നുള്ള ചടങ്ങുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരണ്ട. അതാണോ? ഇന്നാ ഇത് മുഴുവൻ കൊണ്ടോക്കോ. എനിക്കൊന്നും വേണ്ട. വേണ്ട നിങ്ങൾ കഴിച്ചോട്ടോ. വയറുവേദന എടുത്തിട്ട് വയ്യ. എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി. അതൊക്കെ പറയാ. നീ എന്റെ കൂടെ വാ. എടാ കുണുക്ക അവിടെ ഇരുന്ന് വന്നാല് അച്ഛമ്മ പിടിക്കും. നമുക്ക് ഇവിടെ ഇരുന്ന് തിന്നാടാ. അച്ഛമ്മ ഇങ്ങോട്ട് വരുവോ? ഇങ്ങോട്ടൊന്നും വരല്ല. അച്ഛമ്മക്ക് കുറെ ജോലി ഉള്ളതല്ലേ.
ആ എന്നാ ഇവിടെ നിന്ന് തിന്നാം. ഓ അപ്പുറത്തെ വീട്ടിലെ രമണീനെ ഒന്ന് കാണട്ടെ. ഗീത ഇവിടെ കിടന്ന് എന്താ കാണിക്കണേന്ന് രമണീനോട് ചോദിക്കാം. പിള്ളേരെ നിങ്ങൾ എന്താ ഇവിടെ? അയ്യോ അച്ചാമ്മയോ, അയ്യോ അച്ചാമ്മയോ, എന്റെ പൊന്നു അച്ചാമ്മ, അച്ചാമ്മ ഇവിടെ വന്നോ? പിന്നെ ഓ ഞാൻ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി. ഇത് നീതുമോക്ക് കൊടുത്ത ലഡു ജിലേബി അല്ലേ? ഞങ്ങൾക്ക് ഈ നീതു ചേച്ചി തന്നതാ. നീതു ചേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഓഹോ അപ്പൊ നിങ്ങൾ നീതുമോളുടെ മുറി കയറി അവളെ കണ്ടു അല്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ നിങ്ങൾ അവളെ കാണരുതെന്ന്. അതും കേട്ടില്ല. അവക്ക് തിന്നാൻ കൊടുത്ത ലഡും ജിലേബിയും കട്ടെടുത്തോണ്ട് പോന്നിരിക്കുന്നു. ഞങ്ങൾ കണ്ടിട്ടോളാം. പിന്നെ ഓ മക്കൾ ഇവിടെ ഇരിക്കുവായിരുന്നോ? ഗീത അവിടെ കിടന്ന് എന്തോരം അന്വേഷിച്ചു നിങ്ങളെ. അവള് പേടിച്ചു പോയി. എന്റെ പൊന്നു ലക്ഷ്മി അമ്മേ, ഗീത പിള്ളേരെ വളർത്തി വെച്ചേക്കണ കണ്ടില്ലേ? നീതുമോളെ കാണരുതെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അവളെ കണ്ടതോ പോട്ടെ, അവക്ക് കഴിക്കാൻ കൊടുത്ത ലഡുവും ജിലേബിയും ഒക്കെ തട്ടി പറിച്ചോണ്ട് വന്നിരിക്കുക. എന്നിട്ട് നമ്മൾ കാണാതെ ഇവിടെ ഇരുന്ന് തിന്നുവാ. ആണോ മക്കളെ? അല്ല മാമ, നീതു ചേച്ചി തന്നതാ വേണ്ടാന്ന് പറഞ്ഞു. ആ മക്കൾക്കുള്ളത് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ സാരയില്ല, ഞാൻ നീതുവിന് അത് കൊടുത്തോളാം. ഓ അത് കൊടുത്തോളാം. രണ്ടടിയെ ഇവർക്കിട്ട് കൊടുക്കണ്ടേ? കൊച്ചു പിള്ളേരല്ലേ സരസ്വതി, അങ്ങനെ ഒന്നും പറയാതെ. ഓ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും എടുത്തതല്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്ക്. ഇനി നീതുമോളെ കാണാനോ അവളുടെ മുറിയിൽ അവക്ക് തിന്നാൻ കൊടുക്കുന്നതൊന്നും ചോദിക്കാനോ നിക്കല്ലേ കേട്ടോ. അമ്മാമ്മ എന്ത് വേണമെങ്കിലും വേറെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. നീതു ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കുളിക്ക്. അച്ചാമ്മ എന്താ ഇങ്ങനെ ചീന അച്ചാമ്മ? നമുക്കൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ പറയരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? നമുക്ക് അച്ഛൻ്റെ ഒരു പണി കൊടുക്കണം. എന്ത് പണിയാടിയേ? നീ എന്റെ കൂടെ നിക്കോ? ഞാൻ നിക്കാം. നീ എന്നാടാ മാർക്കറ്റിൽ പോണേ? ഒത്തിരി കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞാലേ നീതുമോളുടെ ഫംഗ്ഷൻ അല്ലേ? അതിനാ ഞാൻ നിങ്ങളെ 3 പേരും ഒപ്പം വിളിച്ചത്. ലിസ്റ്റ് തന്നാൽ നാളെ തന്നെ ഞാൻ വാങ്ങിക്കാം. നല്ല നന്ദരം മഞ്ഞൾ മേടിക്കണം അങ്ങാടിക്കടയിൽ നിന്ന്. മണ്ണിന്റെ അടിയിൽ നിന്ന് പറിച്ചെടുത്ത് പൊടിക്കാത്തത്. പൊടിയൊന്നും മേടിച്ചോണ്ട് വരരുത് കേട്ടോ. മഞ്ഞളൊക്കെ വേഗം കിട്ടും. 4 ദിവസം കഴിഞ്ഞേ നീതുമോൾ ഇറക്കുമ്പോൾ കുറെ സ്വർണ്ണാഭരണങ്ങൾ ഇടണം. മാലയും പാദസരവും വളയും കമ്മലും ഒക്കെ 3-4 പവൻ തന്നെ വേണം. എന്റെ പൊന്നമ്മേ, സ്വർണത്തിന്റെ വില കണ്ടില്ലേ? എങ്ങനെ 3-4 പവനൊക്കെ മേടിക്കാനാ? എങ്ങനെയെങ്കിലും 1 പവൻ മേടിക്കാൻ നോക്കാം. ബാക്കി അവളുടെ ഉള്ള പഴയതൊക്കെ തന്നെ ഇടാം. അത് മതി മോനെ. അതൊന്നും പറ്റില്ല ലക്ഷ്മി അമ്മേ. നിങ്ങളുടെ അവിടത്തെ പോലെയല്ല. ഇവിടെ ഞങ്ങൾക്ക് സമ്പത്തിന് സമൃദ്ധിക്കൊന്നും ഒരു കുറവുമില്ല. എല്ലാ പരിപാടിയും നല്ലോണം നടത്തണം. ഞങ്ങളുടെ വീട്ടിൽ ഒന്നും കുറവില്ല. അമ്മ അങ്ങനെ പറയണ്ട. ഇത് തല്ലുപിടിക്കാനുള്ള വേദിയല്ല, നമ്മുടെ പെങ്കൊച്ചിന്റെ പരിപാടി. അത് ഓർക്കണം. എടാ എന്റെ മൂത്തമ്മാവനെ മക്കളെയൊക്കെ വിളിക്കണം. അമ്മ അവരെയൊക്കെ വേണോ? ഇത് ചെറിയ ഫംഗ്ഷൻ അല്ലേ? അമ്മേ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിക്കാം. നിത്യയുടെ നമ്മൾ എല്ലാരെയും വിളിച്ചതല്ലേ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കണ്ടേ? എന്റെ ബന്ധുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല മോളെ. അവരാരും എച്ചികളല്ല. ഓ തർക്കം വേണ്ട. സരസ്വതി അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ വിളിച്ചാട്ടെ. എത്ര പേരെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അതിനനുസരിച്ചുള്ള സദ്യ ഉണ്ടാക്കാം. അതെന്താണ് ലക്ഷ്മി അമ്മ അങ്ങനെ ഒരു വർത്തമാനം? എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നത് നിങ്ങളുടെ സദ്യ ഉണ്ണാനൊന്നും അല്ല. അവരെന്തെങ്കിലും സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അതിനാ ഞാൻ അവരെ വിളിക്കുന്നേ. പിന്നെ നല്ല കുറെ പഴങ്ങൾ വാങ്ങണം. നമ്മുടെ തോപ്പിൽ ചെന്നൊരു വാഴക്കൊല വെട്ടണം. പിന്നെ ഒരു ചക്ക, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് വേറെ കടയിൽ നിന്ന് മേടിക്കാം. എന്നിട്ടേ 4ന്റെ അന്ന് നമ്മൾ പറവച്ചിരുത്തുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വെക്കണമല്ലോ, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ? കഴിഞ്ഞില്ല. ഒരു പട്ടുകുപ്പായം വേണം. നല്ല ഒന്നാന്തരം പട്ടുപാവാട. അമ്മേ ധാവണി പോരെ? അത് തന്നെ. ആ ഹാഫ് സാരി പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല മോളെ പറയാൻ. അതൊരെണ്ണം മേടിക്കണം. ഞാൻ ഇത് നമുക്ക് സ്വർണ്ണക്കൊലുസ മേടിക്കുന്നത്. ലക്ഷ്മിയമ്മ എന്താ മേടിക്കുന്നേ? പെട്ടെന്നായിരുന്നല്ലോ, ഒന്നും തീരുമാനിച്ചില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മേടിക്കും. എന്റെ ബന്ധുക്കളൊക്കെ വരുന്നതാണ് കേട്ടോ, നാണം കെടുത്തിയേക്കരുത്. ഓ 2 പേരും കേൾക്കാൻ പറയാം. 2 പേരും എന്റെ മക്കൾക്ക് സ്വർണ്ണം ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ വന്നാ മതി. എടാ നമ്മുടെ തറവാടിന്റെ അന്തസ്. അന്തസ് ഒട്ടും കുറക്കണ്ട. അമ്മയെ ഓരോ കാലിലും 5 പവന്റെ വീതം ഒരു 10 പവന്റെ കൊലുസാക്കിക്കോ. അന്തസ് കൂടി തന്നെ ഇരിക്കട്ടെ. 10 പവനോ?